ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹൃദ്യ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബാംഗ്ലൂർ പാലസിലാണ് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഗ്രൗണ്ടൊക്കെ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണിച്ചാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വെച്ച് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. അതുപോലെ തന്നെ ഞങ്ങൾ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. അവസാനം നമ്മൾ സൈഡായിപ്പോയി. അപ്പോൾ ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഫുള്ളൊന്ന് ചുറ്റി കാണാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് ചുറ്റി കറങ്ങി. അപ്പോൾ വിചാരിച്ചത്ര ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വരുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും ആകെ ടയേർഡായി. കാരണം അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി നടന്ന് വരുമ്പോഴേക്കും ആകെ ടയേർഡായി. അപ്പോൾ വേഗം തിരിച്ചു പോകാമെന്നായിരുന്നു പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങളിവിടെ ഫുള്ള് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുറത്ത് നല്ല വെയിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു മരങ്ങളുടെ ഇടയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാംഗ്ലൂർ പാലസ്. ഓൾറെഡി പാലസ് അടിപൊളിയാണ്, ബ്രഹ്മാണ്ഡമാണ്. പക്ഷേ ഇന്ന് ഈവനിങ് ഇവിടെ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ചും കൂടിയും നമ്മുടെ പാലസിനെ കുറച്ചുകൂടിയും മാറ്റി കൂട്ടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇന്ത്യൻസിന് വരുന്നത് 230 അതേപോലെ തന്നെ ഫോറിനേഴ്സിന് വരുന്നത് 460 ആണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡ് മണി ഓർ കാർഡ് മാത്രമാണ് ഇവിടെ അലോഡ് ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു മാരേജ് റിസപ്ഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു സൈഡിലായിട്ട് കേട്ടോ. പിന്നെ പാലസിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുവിധം ആളുകളൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ലാലു മുന്നെപ്പോഴോ കണ്ട് പരിചയമുള്ള ആളെ പോലെ കാര്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇനി പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുന്ന ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്, പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറേ മെമ്മറീസൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്ഥലമുള്ളെങ്കിലും അവിടെ മാക്സിമം പെൻസിൽ ഡ്രോയിങ് അടക്കം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. ഈ ഫസ്റ്റ് ഫ്ലോർ കയറുമ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു, കാരണം കുറേ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഈ ഒരു പാലസ് 19th സെഞ്ച്വറിയിലായിരുന്നു കേട്ടോ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ അവരുടെ ഓഫീസ് റൂമാണ് കേട്ടോ ഇത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒറിജിനൽ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഓഫീസ് റൂമൊക്കെ കാണാൻ നന്നായിട്ടുണ്ട്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന രീതിയിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതും നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ അവർ അക്കാലത്ത് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സസ് എന്ന് പറയുന്നത്. പിന്നെ കുറേയൊക്കെ മാറിയിട്ടുണ്ടാവുമായിരിക്കും മേ ബി. പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് പാലസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇവരുടെ മീറ്റിംഗ് ഹാളാണ് കേട്ടോ. ഇത് കാണാൻ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആനയുടെ തുമ്പിക്കൈയാണ്. അതേപോലെ തന്നെ ആനയുടെ കാല് ഇതൊക്കെ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇരിപ്പിടമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് പാലസിൻ്റെ മറ്റൊരു വശമാണ്. മറ്റൊരു വശത്ത് കൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നൊരു സ്പേസാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് കേട്ടോ അവരുടെ നടുമുറ്റം എന്നൊക്കെ പറയുന്നത്. അതും അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞങ്ങളുടെ പരിമിതികൾ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ ഈ പാലസ് 4 years കൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് April 1874 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1878 കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഇവിടുത്തെ ഗാർഡൻ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം ഒരു മഴക്കോറൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.